റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ വസതിക്ക് നേരെ യുക്രൈൻ ആക്രമണമെന്ന് റഷ്യ. ഡ്രോൺ ആക്രമണം നടത്താൻ ശ്രമമുണ്ടായി. 91 ഡ്രോണുകൾ നിർവീര്യമാക്കി. വെളിപ്പെടുത്തലുമായി റഷ്യൻ വിദേശകാര്യമന്ത്രി. ശക്തമായി തിരിച്ചടിക്കുമെന്ന് റഷ്യ. ഐസൻ ജോസ് ചേരുന്നു. ഐസൻ, എന്താണ് വിശദാംശങ്ങൾ? ഏതാണ്ട് 28-29 തീയതികളിലായി റഷ്യൻ പ്രസിഡന്റിന്റെ നോവഗോറോഡ് മേഖലയിലെ വീടിന് നേരെയാണ് ആക്രമണം ഉണ്ടായത് എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഈ ആക്രമണം നടന്നത് ഏതാണ്ട് 91ഓളം ആക്രമണം നടത്തിയ ഡ്രോണുകൾ, അതിശക്തമായ ഡ്രോണുകൾ ഉപയോഗിച്ചായിരുന്നു ആക്രമണം നടത്തിയത്. ഈ ആക്രമണം നടത്തിയ ഡ്രോണുകളെല്ലാം തന്നെ നിർവീര്യമാക്കിയെന്ന് റഷ്യൻ വിദേശകാര്യമന്ത്രി സെർഗി ലെവറോവ് അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. തീർച്ചയായും ഇത് വലിയൊരു സംഘർഷത്തിലേക്ക് തന്നെ കാര്യങ്ങൾ നയിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സെർഗി ലെവറോവ് അദ്ദേഹത്തിന്റെ റഷ്യൻ ഭാഷയിലുള്ള രാജ്യത്തെ അഭിസംബോധന ചെയ്തതിൽ തന്നെ വളരെ കൃത്യമായി പറയുന്നത്, ഇത്തരത്തിലൊരു നീക്കം നടന്നതിന്റെ പശ്ചാത്തലത്തിൽ യുക്രൈനിൽ തിരിച്ച് കർശനമായ നടപടി അല്ലെങ്കിൽ തിരിച്ചടിക്കുന്നതിനുള്ള ലൊക്കേഷനുകൾ പോലും കണ്ടെത്തിയെന്ന് കൃത്യമായി വിദേശകാര്യമന്ത്രി പരസ്യമായി പറയുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. തീർച്ചയായും അതീവ ഗൗരവമുള്ള ഒരു പശ്ചാത്തലം തന്നെയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് എന്ന കാര്യത്തിൽ തർക്കമില്ല. നമുക്കറിയാവുന്നതാണ്, അല്പസമയം മുമ്പാണ് അമേരിക്കയുടെ മറ്റൊരു സുപ്രധാനമായ ഒരു നിരീക്ഷണം അല്ലെങ്കിൽ സുപ്രധാനമായ ഒരു നിലപാട് പുറത്തുവരികയും ചെയ്തത്. 15 വർഷത്തോളം യുക്രൈന് സുരക്ഷ ഉറപ്പാക്കുന്നതിന് തയ്യാറാണ് എന്നൊരു നിലപാടാണ് അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടായത്. ഇന്നലെ നടന്ന ചർച്ചകൾ, അതായത് സെലൻസ്കിയും ട്രംപുമായി നടന്ന ചർച്ചകളുടെ എല്ലാം അടിസ്ഥാനത്തിൽ നാറ്റോ സഖ്യത്തിൽ ഉൾപ്പെടാൻ താല്പര്യമില്ല, ഉൾപ്പെടുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തുകയില്ല എന്ന നിലപാട് യുക്രൈൻ അറിയിച്ചതിന് പിന്നാലെ അമേരിക്ക സുരക്ഷ ഉറപ്പാക്കാൻ തയ്യാറാണെന്ന് അറിയിക്കുകയായിരുന്നു. യൂറോപ്യൻ രാജ്യങ്ങളുമായി ഇക്കാര്യം സംസാരിച്ചതെല്ലാം തന്നെ വാർത്തകളാവുകയും ചെയ്തിരുന്നു. ഈ വാർത്തകളുടെ എല്ലാം അടിസ്ഥാനത്തിൽ ആ ചർച്ചകൾക്ക് ശേഷമാണ് 15 വർഷത്തോളം സുരക്ഷാ ഗ്യാരണ്ടി നൽകുന്നതിനുള്ള ഒരു തീരുമാനം അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. അത്തരത്തിലൊരു തീരുമാനം ഉണ്ടാവുക കൂടി ചെയ്ത പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ വ്ളാഡിമിർ പുടിന്റെ വ്ളാഡിമിർ പുടിന്റെ വീടിന് നേരെ ഇപ്പോൾ ആക്രമണം ഉണ്ടായിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. റഷ്യയും യുക്രൈനും തമ്മിൽ സംഘർഷം നിലനിൽക്കുന്നുണ്ട്. പക്ഷേ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ വസതിക്ക് നേരെ ആക്രമണം അഴിച്ചുവിടാൻ പെട്ടെന്നുണ്ടായ പ്രകോപനം എന്താണ്? തീർച്ചയായും ഈ പ്രകോപനം സംബന്ധിച്ച് ഒരു കൃത്യമായ മറുപടി അല്ലെങ്കിൽ കൃത്യമായ ഒരു സാഹചര്യം ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. പക്ഷേ ഈ 2 ദിവസമായി ഇത് തുടരുന്നുണ്ട് എന്നതൊരു യാഥാർത്ഥ്യം തന്നെയായിരുന്നു. അത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഈ സൈനിക നടപടി തന്നെ ഉണ്ടാകുമെന്ന ഒരു നിലപാടായിരുന്നു നേരത്തെ റഷ്യയുടെ ഭാഗത്തു നിന്നുണ്ടായത്. അതായത് തങ്ങൾക്ക് അധീനപ്പെട്ട അല്ലെങ്കിൽ തങ്ങൾക്ക് അവകാശപ്പെട്ടതെന്ന് റഷ്യ വാദിക്കുന്ന അല്ലെങ്കിൽ റഷ്യയുടെ നിലപാട് സ്വീകരിക്കുന്ന ആ പ്രദേശങ്ങളെല്ലാം തന്നെ, അതായത് ഡോൺസ്ക്, ലൊണാസ്ക്, അതുപോലെ തന്നെ ഡോൺബാസ് മേഖല തുടങ്ങിയ മേഖലകളിലെല്ലാം തന്നെ തങ്ങളുടെ നിയന്ത്രണമുള്ള പ്രദേശങ്ങളാണ്, തങ്ങളുടേതാണ്, അത് തിരിച്ചു ലഭിക്കണമെന്നൊരു നിലപാട് അറിയിക്കുകയും അതിന് തയ്യാറായില്ലെങ്കിൽ സൈനിക നടപടി ഉണ്ടാകുമെന്ന് ഇന്നലെ, അതായത് വ്ളാഡിമിർ സെലൻസ്കിയുടെയും ട്രംപിന്റെയും ചർച്ചയ്ക്ക് മുൻപോടിയായി തന്നെ പുടിന്റെ ഭാഗത്തു നിന്നൊരു നിലപാടുണ്ടായിരുന്നു. ഉടനെ തന്നെ ഈ ആക്രമണം ഉണ്ടായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 28-29 തീയതികളിൽ 99ഓളം ലോങ് റേഞ്ച് ഡ്രോണുകൾ ഉപയോഗിച്ച് ആക്രമണം നടത്തിയെന്നാണ് സെർഗി ലെവറോവ്, വിദേശകാര്യമന്ത്രി സെർഗി ലെവറോവ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. സ്വാഭാവികമായും ഇത് നോവഗോറോഡ് റീജിയനിൽ നടന്ന ഈ ആക്രമണം എന്ന് പറയുന്നത് അത്തരം ഒരു നിലപാട് പുടിൻ സ്വീകരിച്ചതിനുള്ള ഒരു പ്രതിഷേധ നടപടി തന്നെയായിരിക്കും. ഇതൊരു ഭീകരാക്രമണം എന്ന രീതിയിലാണ് റഷ്യ ഇക്കാര്യത്തിൽ ഒരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. ഭീകരാക്രമണം യുക്രൈൻ നടത്തിയെന്ന രീതിയിൽ തന്നെയാണ് വ്യാഖ്യാനിക്കുകയും ചെയ്തിരിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് തിരിച്ചടിക്കുള്ള സാധ്യതകൾ ഒട്ടും തന്നെ തള്ളിക്കളയാനാവില്ല. കടുത്ത നടപടികൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് സെർഗി ലെവറോവ് അറിയിക്കുകയും ചെയ്തിരിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ അമേരിക്ക ഉൾപ്പെട്ട് ചില നീക്കങ്ങൾ നടത്തി യുദ്ധം, അതായത് യുക്രൈൻ റഷ്യ സംഘർഷം അവസാനിപ്പിക്കുന്നതിനുള്ള നീക്കങ്ങൾ നടന്നതിന് തൊട്ടടുത്ത ദിവസവും അല്ലെങ്കിൽ ആ നീക്കങ്ങൾ നടക്കുന്ന ദിവസവും സെലൻസ്കിയുടെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടായി എന്ന് പറയുമ്പോൾ അത് അതീവ ഗൗരവത്തോടെ തന്നെ വീക്ഷിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. പ്രത്യേകിച്ചും സുരക്ഷ ഉറപ്പാക്കുന്ന കാര്യത്തിൽ യുക്രൈന് പിന്തുണ നൽകാമെന്ന് അമേരിക്ക വാഗ്ദാനം ചെയ്യുകയും യൂറോപ്യൻ രാജ്യങ്ങൾ സാമ്പത്തികമായും അല്ലാതെയും സുരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കാമെന്ന് വാഗ്ദാനം ചെയ്യുകയും ചെയ്ത അതേ സാഹചര്യത്തിൽ തന്നെ ഇത്തരത്തിലൊരു ആക്രമണം നടത്തിയത് അതീവ ഗൗരവത്തോടെ തന്നെ വീക്ഷിക്കേണ്ടതുണ്ട്. തീർച്ചയായും അതിന് പ്രകോപനം എന്ന് പറയുന്നത് തങ്ങളുടെ അധീനതയിലുള്ള അല്ലെങ്കിൽ തങ്ങൾ സൈനികമായി പിന്മാറണം എന്ന് പറഞ്ഞ പ്രദേശങ്ങളിൽ നിന്നും പിന്മാറിയില്ലെങ്കിൽ യുക്രൈനെതിരെ ആക്രമണം നടത്തുമെന്ന റഷ്യയുടെ നിലപാട് തന്നെയായിരിക്കാം ഈ പ്രകോപനം എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ വസതിക്ക് നേരെ യുക്രൈൻ ആക്രമണമെന്ന് റഷ്യ. ഡ്രോൺ ആക്രമണം നടത്താൻ ശ്രമമുണ്ടായി. 91 ഡ്രോണുകൾ നിർവീര്യമാക്കി. വെളിപ്പെടുത്തലുമായി റഷ്യൻ വിദേശകാര്യമന്ത്രി. ശക്തമായി തിരിച്ചടിക്കുമെന്ന് റഷ്യ. ഐസൻ ജോസാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.